പ്രത്യേകിച്ച് കാര്യമുണ്ടോയെന്ന് അറിയത്തില്ല, വെറുതെ ഒരു കത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് മേളിലുള്ള ഒരു ചെറിയൊരു പ്രദേശമാണ്. അപ്പം ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേ. ഒരു പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊരു കുരിശുമലയാണ്, മല കയറുന്ന സ്ഥലമാണ്. അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് കാണാൻ ചെറിയ ഫോറസ്റ്റ് പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് അവിടെ പോയിരിക്കാൻ. അപ്പോൾ നിങ്ങളെ പുറയിലത്തെ കാഴ്ചയൊക്കെ ഒന്ന് കാണിച്ച് കൊണ്ടുവരാമേ. കണ്ടൻറ്റിന് ക്ഷാമം വരില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഇപ്പം ഇറങ്ങി കഴിഞ്ഞാൽ അധികം മേളിലേക്ക് പോയിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല വെയിലുണ്ട്, ചൂടാണ്ട് തന്നെ പാമ്പിറങ്ങും, നല്ലപോലെ പാമ്പുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് കയറി വന്നപ്പോൾ തന്നെ ഒരു പാമ്പിനെ കണ്ടു കേട്ടോ. ഇതൊരു കുരിശ്, ഇത് പുതിയ സാധിച്ചാന്ന് തോന്നുന്നു, പഴയത് പൊട്ടിക്കിടക്കുന്നു. ഈ ഉദ്ദേശ പോലെ അല്ല കേട്ടോ, പണ്ടത്തെ പോലെ അങ്ങോട്ട് കയറാൻ പറ്റണില്ല. ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ, ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. മറ്റേ നമ്മൾ കഴിക്കുന്ന വാൽനട്ട് പോലെയില്ലേ ഈ സാധനം, കണ്ട കണ്ട. ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും വെള്ളം കൊടുക്കുന്ന ടാങ്ക് കേട്ടോ ഇത് രണ്ടെണ്ണം. ഇങ്ങോട്ടേക്ക് അടിച്ച് കയറ്റും, കുറച്ച് കഴിയുമ്പോഴത്തേനും താഴെ എല്ലാ വീട്ടുകാർക്കും വെള്ളം പോകും ഈ ടാങ്കിനകത്ത് നിന്ന്. പിന്നെയും കുറച്ചുകൂടെ മേളിലേക്ക് കയറാനുണ്ട്. ഞാൻ ജസ്റ്റ് മടുത്തപ്പോൾ ഇരുന്നാണ്. എൻ്റെ വ്ളോഗ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. യൂട്യൂബിലെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ഇവിടെ ഇരുന്ന് എടുത്തതാണ് കേട്ടോ. അതൊരു 4 കൊല്ലം മുന്നേ എടുത്ത വീഡിയോ, 4 കൊല്ലം മുന്നേ. പക്ഷെ 4 കൊല്ലം മുന്നേ ഞാനിത് കണ്ടിന്യൂസ്ലി കൊണ്ടുപോകുമായിരുന്നെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ആവായിരുന്നു. കുറച്ച് അവിടെ ഇട്ട് കുറച്ച് ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇതൊക്കെ വെള്ളിയാഴ്ച മല കയറി വരുന്ന പള്ളിയാണ് കേട്ടോ ഇത്. വർഷങ്ങളായി ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ കയറി വന്ന് വ്ളോഗ് ചെയ്യുമോ ഒന്നും ചെയ്തിട്ടില്ല. ഏകദേശം 3-4 കൊല്ലമായി. ഇതാ പള്ളി കാണുന്നത്, പള്ളിയുടെ ഉൾവശം. ഇതിപ്പോൾ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയതാണ് കേട്ടോ. കാരണം കഴിഞ്ഞ തവണ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് കണ്ടോ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് ഒരുപാടായി. ഈ പള്ളിയുടെ അവസ്ഥയും പള്ളിയുടെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഒരു ഇടി വെട്ടിപ്പോയ മരമുണ്ടേ, കാണിച്ചു തരാം. ഇത് മൊത്തത്തോടെ ഇടി വെട്ടി പിളർന്നു പോയതാണ് കേട്ടോ. കാരണം ഇത് നല്ല ഇടി വരുന്ന പ്രദേശമാണ്. ഇത് മൊത്തത്തോടെ നിന്ന് കത്തി പോയ മരമാണ്. പക്ഷെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പള്ളിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ കാണുന്ന കുഴി കണ്ടോ, ഇത് പണ്ട് പെരുന്നാളിനൊക്കെ പന്തൽ നടില്ലേ, പന്തൽ വെച്ചപ്പോൾ പാറ തുരന്നിട്ടാണ് പന്തൽ വെച്ചേക്കുന്നത്. കണ്ടോ, പാറ തുരന്ന് പന്തൽ വെച്ചേക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങളാണ് കാണുന്നത്. ഇതിൻ്റെ പെയിൻ്റൊക്കെ പോയി കിടക്കുമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് രണ്ടാമത് കഴിഞ്ഞ കൊല്ലം പെയിൻ്റ് അടിച്ചാൽ ഇത്തവണ വലിയ മെയിൻ്റെനൻസ് ചെയ്തില്ലെന്ന് തോന്നുന്നു. കണ്ടോ, പള്ളിയുടെ ബാക്ക് പോർഷനായി കാണുന്നത്. ഇവിടെയൊക്കെ വീടുകളായിരുന്നു കേട്ടോ. ഇവിടെ ഒരു വീട്, അവിടെ ഒരു വീട്, ഈ സൈഡ് ഇങ്ങനെ വീട് സെക്ഷനായിരുന്നു. അവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇടി ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. കാരണം നല്ല മല സൈഡായതുകൊണ്ട് ഇടി നല്ലപോലെ വിട്ടു. ഉണ്ട് ഇവിടെയൊക്കെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, നല്ല റിസോർട്ടൊക്കെ കാണാനായിട്ട്. കിണർ വരെ ഒന്ന് പോയി നോക്കാമേ, അതിനകത്ത് തന്നെ ഉള്ളതെന്ന് നോക്കട്ടെ. ഇത് പള്ളിയുടെ വേറൊരു സൈഡിൽ നിന്നുള്ള വ്യൂ. ഇതാ പൊട്ടക്കിണറിൻ്റെ അവിടുത്തെ വഴിയാണ് കേട്ടോ. ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ. കണ്ടോ, വെള്ളമെല്ലാം വറ്റി കിടക്കുക. നല്ല ജമന്തിയോ ഈ സാധനത്തിൻ്റെ പേരെന്താണെന്നറിയോ? എക്സ്പോഷർ കൂടിയുണ്ടെന്ന് ഉണ്ട്. ഇത് മൊത്തം അതെ, ഇവിടെ മൊത്തം അതെ കേട്ടോ. അപ്പോൾ ശരി, നമ്മുടെ മിനി വ്ളോഗ് കഴിഞ്ഞിട്ടുണ്ട്.